ഹലോ കൂട്ടുകാരെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഓണൊക്കെ ആയിട്ട് നമുക്ക് ഓണമൊന്നുമില്ല, എന്നാലും അങ്ങനെ ഓണൊക്കെ ആയിട്ട് ആരും വീഡിയോസൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ച് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്താ നമ്മൾ രാവിലെ ഇഡ്ഡലിയാണ്, പിന്നെ നമ്മുടെ അച്ചൂട്ടിൻ്റെ കുഞ്ഞോട്ടിൻ്റെ മുടി മുറിക്കണം. അങ്ങനെ കേട്ടോ മേലെ കയറി പകുതിയൊക്കെ എത്താനാകുമ്പോൾ കേട്ടോ വണ്ടിക്ക് കിട്ടുള്ളൂ. അങ്ങനെ അച്ചൂട്ടിൻ്റെ മുടി മുറിക്കാൻ ഇരിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. അങ്ങനെ അച്ചൂട്ടിൻ്റെ മുടിയൊക്കെ മുറിക്കുന്നുണ്ട്. അങ്ങനെ വൺ സൈഡ് ആകുമ്പോൾ ചോപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് മുടി മുറിക്കാറ്. അങ്ങനെ നമ്മൾ കുഞ്ഞൂട്ട് അങ്ങനെ ഇരിക്കലില്ല. ആദ്യമായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കുഞ്ഞൂട്ട് അല്ലെങ്കിൽ എൻ്റെ വടിയിലാണ് ഇരിക്കുക. ഇന്ന് കുഞ്ഞൂട്ടിന് നല്ല കുട്ടിയായിട്ട് അന്ന് ഇരുന്നോളാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഓണം ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്താക്കിയിരുന്നു, നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നമ്മളെ ചെറുപയറും പരിപ്പില്ല അത് വെച്ചിരുന്നു പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലേശമാണ് വെക്കുന്നുള്ളൂ. ഇവിടെ ഞങ്ങൾ മാത്രം കുടിക്കുള്ളൂ, ഏട്ടൻ കുടിക്കില്ല. സേമിയ പായസം മാത്രമാണ് മൂപ്പർക്ക് ഇഷ്ടം. അങ്ങനെ നമ്മൾ രാവിലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് വറുത്തെടുക്കണം. അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഒന്ന് ലേശം കഴുകിയിട്ടാണ് കേട്ടോ വറുത്തത്. വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ പരിപാടിയൊക്കെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങ നന്നായി ചിരകി വെച്ചിട്ട് 1-ാം പാൽ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. 2-ാം പാൽ നമുക്ക് തേങ്ങ ഫ്രഷ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം കിട്ടും. അല്ലെങ്കിൽ മിക്സിയിലൊന്നും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പാൽ കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചെറുങ്ങനെ പരിപ്പിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 2-ാം പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിൽ കിടന്ന് നന്നായി വെന്തുടയണം. നന്നായി വെന്തുടയണമെന്നില്ല, നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ചെറിയതായിട്ട് കടിക്കാൻ വേണമെങ്കിൽ അങ്ങനെ അധികം വേവിച്ച് ഉടയ്ക്കണ്ട. അങ്ങനെ വേവിച്ച് ഒരു വിധത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഉടച്ച് കാണിച്ചു തരാം. നമ്മൾ ആവശ്യത്തിന് 2 അച്ച കേട്ടോ, 2.5 അച്ചെന്ന് പറയാം ബെല്ലം എടുത്തിട്ടുണ്ട്. ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. ബെല്ലം ആകുമ്പോൾ അതിനകത്ത് കരടൊക്കെ കാണത്തില്ല, നേരം അതിനെ ഉരുക്കിയിട്ട് ഒഴിക്കാം. വെള്ളമൊക്കെ നല്ല വന്നിട്ടുണ്ട്. നമുക്ക് പുറത്ത് അഴിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അഴിച്ചെടുത്താണ്. അതിൻ്റെ അടിയിൽ നല്ല കറുത്ത കരടൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഒന്നുമില്ല, ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മുന്തിരിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് കേട്ടോ. ബ്രൗൺ കളർ അധികം കറുത്ത് വെക്കുന്നത് ഒരാൾ ചെയ്യുക. ഒരു ചെറിയ ബ്രൗൺ കളർ എടുക്കുന്നത്. ഇത്രയൊക്കെ മതി. ഒരു മീഡിയം ബ്രൗണിഷൊക്കെ ആയാൽ മതി. ഈ വറുത്ത് കഴിഞ്ഞ് കരിഞ്ഞ് വെക്കുന്നത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് തേങ്ങാക്കൊത്തുകൂടി വറുക്കണം.
വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുക? ഇതെന്തെങ്കിലും മാറ്റം വരുത്തണം, കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു, പിന്നെ ഞാൻ പഠിച്ചു. ശേഷം നെയ്യൊക്കെ കട്ട വെക്കും. സ്പൂണിൻ്റെ കൊണ്ടാണ് കേട്ടോ കോഴിയിട്ട്. തേങ്ങ കടിക്കാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ. അല്ലാതെ ഇവിടെ തേങ്ങ തിന്നാനില്ലെങ്കിൽ തേങ്ങ ഒന്നും കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പായസത്തിൻ്റെ പൊടി. നമ്മൾ തേങ്ങയൊക്കെ നല്ല മറന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുടങ്ങ് ഒഴിച്ചെടുക്കാം. നമ്മൾ പായസം ഇവിടെ റെഡിയാക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ബൈ.